ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു കേട്ടോ. ചാനലിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ സിംപ്ലി ലൈഫ് ടെയിൽസ് എന്നാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം ആ പേരിലായിരിക്കും ഇനി നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റ് എൻ്റെ വീട്ടിലെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഒരു ദിവസം ഫുൾ ദിവസവും ഇല്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അമ്മ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോന്നേ. അപ്പോൾ എനിക്ക് ഈ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തതാണ്, എന്നാലും പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂചി ഗോതമ്പാണ് ഉപ്പുമാവ്. അപ്പോൾ ആദ്യം ഞാൻ കഴിക്കത്തില്ലായിരുന്നു, ഇപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പല്ല് തേക്കാൻ പോവാം. അപ്പം ഞാൻ പല്ല് തേക്കട്ടെ കേട്ടോ. പുറത്തിറങ്ങിയാണ് അല്ലെങ്കിൽ നമുക്ക് അകത്ത് വാഷ് ബേസ് ഇല്ല. അയ്യോ, ലേറ്റായി പോയിട്ട് എഴുന്നേറ്റപ്പോൾ. അപ്പോൾ പല്ല് തേക്കട്ടെ കേട്ടോ. നമുക്കിവിടെ ഫോൺ വെക്കാം. ഫോൺ വെച്ചിട്ട് ഇവിടെ നിന്ന് പല്ല് തേക്കാം. ഓക്കെ, കാണത്തില്ലായിരിക്കും. പല്ല് തേച്ചിട്ട് വരാം. പല്ല് തേച്ചിട്ട് ബാക്കിയെടുക്കാം. അപ്പോൾ അതെന്ത് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വേറൊരു സൂത്രം. നമ്മുടെ പ്ലാവേ ഫസ്റ്റ് ഉണ്ടായ ചക്കയാണ് കേട്ടോ. അമ്മ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാത്ത് സംരക്ഷിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പുറകിലൊക്കെ നല്ല സീനറിയാണ് കേട്ടോ. കൈത പൈനാപ്പിളൊക്കെ നട്ടേക്കുന്നതൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ പുറകോശം കാണാൻ വലിയ രസമൊന്നുമില്ല. പിന്നെ വീടിൻ്റെ അകത്തോട്ട് കയറുന്നു. അമ്മ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ തുടച്ചിട്ട് ഇനി നമുക്ക് ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. കുഞ്ഞിന് ചോറ് കൊടുക്കണം. അവൾ ചോറാണ് കേട്ടോ തിന്നുള്ളൂ. അവൾ ഈ ഉപ്പുമാവൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ ഉപ്പുമാവ് എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പുമാവൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഷീറ്റൊക്കെ ഇട്ടത് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഇട്ടത്. അപ്പം പിന്നെ ഇതിങ്ങനെ മഴയൊക്കെ നനയാതെ, മഴ നനയുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വെള്ളം വീഴുമായിരുന്നു. അപ്പോൾ അതങ്ങനെ ഷീറ്റൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഇച്ചിരി നേരം പുറത്ത് തിണ്ണയിലൊക്കെ ഇറങ്ങി നിന്നോട്ടോന്നേ. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പടി മടിയാണ്. പിന്നെ വേറെ ഒന്നും ചെയ്യാനും ഇല്ലല്ലോ. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പിന്നെ മടിയായി തുടങ്ങും. വീണ്ടും ഞാൻ കിടന്നു ഗൈസ്. അയ്യോ, എൻ്റെ കാര്യം സമ്മതിക്കണം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. തലയിൽ എണ്ണയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഈ കുഞ്ഞു അടുത്ത് കിടന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവളുടെ സൗണ്ടൊക്കെ ഇടയ്ക്ക് കേൾക്കും. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണയൊക്കെ തൂക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവളെയും കുളിപ്പിക്കണം, എനിക്കും കുളിക്കണം. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കുളിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കാൻ എണ്ണയൊക്കെ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിച്ച് അവൾ തന്നെ കണ്ണാടിയിലൊക്കെ നോക്കി തലയൊക്കെ ചീവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലമാരി തുറന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും പിന്നെ അവിടെ കിടന്ന് ഡാൻസൊക്കെ ചാടി കളിച്ച് അവിടെയൊക്കെ ഇരുന്ന് നോക്കി തന്നെ അവിടെ നിന്നോളും കേട്ടോ. വേറെ വഴക്കൊന്നുമില്ല. അവൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഞാൻ കയറി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളെ കുളിപ്പിച്ചൊരുക്കി അവിടെ നിർത്തി ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലിരിക്കുമ്പോഴത്തേനും ഞാൻ നൈറ്റിയാണ് കേട്ടോ ഇടാറുള്ളത്. കാരണം ഇത് നൈറ്റി എൻ്റെ ഡെലിവറിക്ക് സമയത്ത് തയ്പ്പിച്ച നൈറ്റിയാണ് കേട്ടോ. ഇടാൻ എളുപ്പമുണ്ടല്ലോ. ഇവിടെ കറണ്ട് പോയി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോൾ വീഡിയോ എടുക്കാനിരുന്നാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പം കറണ്ട് പോയതുകൊണ്ട് ഞാനും കുഞ്ഞാപ്പിയും കൂടി ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. എന്നാലും ഭാഗ്യത്തിന് ഫോണിൽ ചാർജ് ഉണ്ട് കേട്ടോ. ഞാൻ പവർ ബാങ്കും എടുത്തായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. കുളിയൊക്കെ കഴിഞ്ഞു. അവിടെ വരുമ്പോൾ ഞാൻ കൂടുതലും ഇതെൻ്റെ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് വേണ്ടി തയ്പ്പിച്ച 2 മാക്സിയാണ് കേട്ടോ. അതിലൊരെണ്ണമാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിലായിട്ട് രാവിലെ ഇട്ടിരുന്നത്. ഇപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടു. അലക്കാനും ഒക്കെ എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ കുട്ടിപ്പാൻറ്റും ബനിയനും ഒക്കെയാണ് കേട്ടോ ഇടുന്നത്. അത് അവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. ചുരിദാറിൻ്റെ ടോപ്പ് ഇട്ടിട്ട് അടിയിൽ ഞാൻ കുട്ടിപ്പാൻറ്റ് ഇടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുഞ്ഞു ഞാനും കൂടെ കിടക്കുമായിരുന്നിട്ട് അവൾ ഉറങ്ങിപ്പോയി ഗൈസ്. ഞാൻ ഇച്ചിരി നേരമൊക്കെ അവളുടെ കൂടെ കിടന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ശീലമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ചാടി എഴുന്നേറ്റ് കേട്ടോ. ഇപ്പോൾ ഒരു ഓട്ടോ വന്നപ്പോഴത്തേനും ഞാൻ ചാടി എഴുന്നേറ്റാണ്. അപ്പോൾ ഇനി അമ്മ വരും. അപ്പോൾ ഇച്ചിരി നേരം കൂടെ അവളുടെ കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയായി കേട്ടോ, 2 മണിയായി സമയം. അപ്പോൾ ഗായ്സ്, അമ്മ പണിയുന്ന വീട്ടിൽ നിന്ന് ചക്കയും കൊണ്ടുവന്നു കേട്ടോ. നല്ല ചക്കച്ചോള കൊണ്ടത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ദേ ചക്കയുടെ കൂടെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് കറിയാണ് കേട്ടോ. ചക്ക ദേ വേവിക്കാൻ വെച്ച അമ്മ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. അപ്പോൾ ദേ ചക്കയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ അരകല്ലയിൽ ഒതുക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അരകല്ലയിൽ അരയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവളും കൂടെ ചാടി. പിന്നെ ദേ അങ്ങനെ ഇവിടെ എല്ലാം ദേ ഇളങ്കോലപ്പെടുത്തി ഇട്ടേക്കുവാണ്. പിന്നെ ദേ മാങ്ങാച്ചാറും കൂടി ഇട്ടു കിട്ടുമെന്നേ, നല്ല സൂപ്പർ മാങ്ങാച്ചാറും കൂടി ഇട്ടു. പിന്നെ ദേ ഇത് കൂട്ട് ചിക്കൻ പോട്ടെ ബീഫ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. എല്ലാം കഴിഞ്ഞ് കരണ്ടും പോയി. വലിയ ഇടിയും വെട്ടി